ഞാനിപ്പോഴേ അറിഞ്ഞത് സസ്പെൻഡ് ചെയ്തിരുന്നത്. ഡി സിയുടെ ജോലിക്കൊക്കെ അതിനെ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത്. അല്ല വെറുതെ സസ്പെൻഡ് ചെയ്യില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ ജോലി നല്ലവണ്ണം ചെയ്ത് കാണില്ല. ഇത്രയും വലിയ ഒരു കൊലപാതകം നടന്നിട്ട് എന്ത് ആക്ഷൻ എടുത്തു? ഒരു ആക്ഷനും എടുത്തില്ല. എൻ്റെ വീട്ടിൽ വന്ന് പുള്ളി പറഞ്ഞതാ എന്ത് വേണമെങ്കിൽ ചെയ്യാം, എന്ത് ഉറപ്പോ എന്ത് സഹായവും ചെയ്യാം, പേടിക്കണ്ട പറഞ്ഞിട്ട് പോയിട്ട് ഇത്രയും ദിവസമായി. എന്ത് ആക്ഷൻ എടുത്തു? ഏറ്റവും വലിയ കുറ്റക്കാരനായിട്ടാണല്ലോ ഡീനെതിരെ എന്ത് ആക്ഷൻ എടുത്തു? ജോലിക്ക് പുള്ളിയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി, സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഡീനും കാന്തനാഥനും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പുള്ളിയാണ്. രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു. ഡീനിൻ്റെ പേരിൽ ശക്തമായ കുറ്റമുണ്ടെന്ന്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ഒരു ആക്ഷനെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ വി സിക്ക് സസ്പെൻഷനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, വി സി ഒരു ആക്ഷൻ എടുത്തില്ല, അവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. അടുത്ത ഡീന ഈ കൊല്ലം മറച്ചു വെച്ചതും ഇതിന് കൂട്ടുനിന്നതും ഡീനും കാന്തനാഥൻ തന്നെയാണ്. അത് അവരെയും ഇത് മാറ്റി നിർത്തണം. ഇതുപോലെ സസ്പെൻഷൻ കൊടുക്കുക, പറ്റുമെങ്കിൽ പിരിച്ചു വിടുക. പെട്ടെന്ന് അങ്ങ് പിരിച്ചു വിടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. നമുക്ക് അതിന് തെളിവ് വേണം. ഒരു അറ്റ്ലീസ്റ്റ് ഇതിന് മാറ്റി നിർത്തുക, ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇതിന് ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നത് അല്ലെങ്കിൽ ഈ റാഗിങ്ങിന് കൂട്ടുനിന്നത്, കുറഞ്ഞ വർഷം ഈ റാഗിങ്ങിന് കൂട്ടുനിന്നത് 100% കൂട്ടുനിന്നത് ഈ ഡീനും കാന്തനാഥൻ. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു കയ്യബദ്ധം അല്ലെ അവർ പറ്റിയ ഒരു മരണം, ആ ഒരു ഇതിനെ അവരെ കൊലപാതകമായി മാറ്റുക, അല്ലെങ്കിൽ ബോധം കെട്ട് കിടന്ന എൻ്റെ കുട്ടിയെ എടുത്ത് തൂക്കി വെച്ച് അതല്ല, അതിന് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നത് ഡീന. ഈ റാഗിങ് എല്ലാം കണ്ടുകൊണ്ട് നിന്നതും ഡീന, അവിടുത്തെ വാർഡനുമാണ്, എല്ലാവരുമാണ്. അടുത്ത സെക്ഷൻ എവരോട്ട് പോകണം, ഡീലിനോട്ട് പോകണം. ഞാനതേ പറയാനുള്ളൂ. എനിക്കിപ്പോൾ ഈ ഗവർണറുടെ നടപടിയെ ഗവർണർ ഇത്രയും പ്രോംപ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ അതെങ്ങനെയാണ്? തീർച്ചയായും ഗവർണർ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അത്രയും ബോൾഡായിട്ടുള്ള വ്യക്തിയാണ്, നട്ടാലുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് കറക്റ്റായിട്ട് ഇത് ഉണ്ടായത്. ഗവർണർ എന്ന് പറഞ്ഞാൽ ചാൻസലറും കൂടെയാണ്. ഒരു ഗവർണറുടെ ജോലി എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വരെ ഇത് ഇത്രയും കുറേ വർഷം മുമ്പ് വരെ അറിയില്ലായിരുന്നു ഒരു ഗവർണറുടെ കറക്റ്റായിട്ടുള്ള ജോലി എന്തായിരുന്നു. ഇപ്പം ഈ പുള്ളി വന്നിട്ടാ, ഈ ഗവർണർ വന്നിട്ടാ എന്താണ് ഒരു ഗവർണറുടെ ജോലി എന്ന് കേരളത്തിൽ തന്നെ പലവർക്കും മനസ്സിലായത് ഈ ഗവർണർ ഇപ്പോൾ വന്നതിന് ശേഷമാണ്. എന്തൊക്കെയാണ് ഗവർണറുടെ ചുമതല, എന്തൊക്കെയാണ് ജോലി. പണ്ട് മുതൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വെറുതെ സൈൻ ചെയ്ത് കുറേ ഒപ്പിട്ട് വിട്ടാൽ മതി ഗവർണറുടെ ജോലി. ഇപ്പോഴും തന്നെയാണ് ഒരു ഗവർണറുടെ ജോലി എന്താണ്, അതിൻ്റെ പവർ എന്താണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരു നട്ടലുള്ള ഒരു ഗവർണറെ ഇപ്പോൾ കിട്ടി, ഒരു കേരളത്തിന് കിട്ടി. എൻ്റെ അറിവായതിനു ശേഷം, അതിന് മുമ്പ് ഉണ്ടായെന്ന് എനിക്കറിയില്ല, നട്ടലുള്ള ഒരു ഗവർണർ തന്നെയാണ് കിട്ടിയത്. അത് നല്ല ബോൾഡായിട്ടുള്ള ആളാണ്. ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നടത്തിട്ട് എനിക്കിപ്പോൾ സന്തോഷമേ ഉള്ളായിരുന്നു. സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഈ സമയത്ത് സന്തോഷിക്കാൻ പറ്റില്ല. എനിക്ക് തൃപ്തിയുണ്ട് എന്ന് തന്നെ പറയാം.